പേരാമ്പ്രയിലെ മിടുക്കി ഫാത്തിമ തഹ്ലിയ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 140 MLA മാർ അണിനിരന്ന സഭയിൽ താരമായതും തഹ്ലിയ തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ MLA എന്ന നിലയിൽ മാത്രമല്ല, CPM കോട്ടയായ പേരാമ്പ്ര പൊളിച്ചടുക്കി അവിടെ UDF കൊടി നാട്ടിയാണ് ഫാത്തിമ തഹ്ലിയ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. CPM നേതാവും LDF കൺവീനറുമായ TP രാമകൃഷ്ണനെ ചെങ്കോട്ടയിൽ മലർത്തിയടിച്ച ഫാത്തിമ സഭയിലും താരമായിരുന്നു. തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാനസികമായി തളർത്തിയ CPM എന്ന പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർക്ക് മുന്നിലൂടെയാണ് ഫാത്തിമ സഭയിലേക്ക് കയറി വന്നത്. പിന്നാലെ പ്രോ ടൈം സ്പീക്കർ G സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അത് ഏറ്റുചൊല്ലി MLA ആയ ഫാത്തിമ നടന്നു കയറിയത് ചരിത്രത്തിലേക്കാണ്. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA, നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ MLA. അങ്ങനെ പോകുന്നു പ്രത്യേകതകൾ. പിണറായി വിജയൻ അടക്കമുള്ള ത്വാത്വിക ആചാര്യന്മാരുടെ മുന്നിലൂടെയാണ് ഫാത്തിമ സഭാ നടുത്തളത്തിലേക്ക് വന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായി പിണറായി വിജയന്റെ തല താഴ്ന്ന നിമിഷങ്ങളായിരുന്നു അത്. തോൽപ്പിക്കാൻ പിണറായി വിജയൻ പ്രത്യേക മിഷൻ നയിച്ച് ലക്ഷ്യം വെച്ചവരെല്ലാം സഭയിൽ ജയിച്ചു കയറിയിരിക്കുന്നു. G സുധാകരൻ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ആ പട്ടികയിലെ ഒഴിവാക്കാൻ സാധിക്കാത്ത പേരുകാരിയാണ് ഫാത്തിമ തഹ്ലിയ. പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ട വീതിയിൽ വർഗീയ കാടിറക്കി കളം പിടിച്ചാൽ ജനങ്ങൾ ചവിട്ടിക്കൂട്ടി കൊക്കയിലെറിയുമെന്ന് തെളിയിച്ചാണ് പേരാമ്പ്ര ജനവിധി കുറിച്ചത്. CPMന്റെ തലമുതിർന്ന നേതാവും LDF കൺവീനറുമായ TP രാമകൃഷ്ണനെ അവിടെ ഫാത്തിമ തഹ്ലിയ എന്ന മിടുക്കി മലർത്തിയടിക്കുമ്പോൾ CPMന്റെ പതനം അവിടെ പൂർത്തിയാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 2 പതിറ്റാണ്ടിന് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഫാത്തിമയുടെ വിജയം കൂടി UDFന് ഇരട്ടി മധുരമാണ് നൽകിയത്. പതിറ്റാണ്ടുകളായി CPM മാത്രം ജയിക്കുന്ന നാദാപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി UDF വിജയം ഉറപ്പിച്ചിരുന്നു. ബേപ്പൂരിൽ മാത്രമാണ് ഇക്കുറി വിജയം പിടിക്കാൻ CPMന് സാധിച്ചത്. കടുത്ത മത്സരം നടന്നുവെന്നും ചിലപ്പോൾ അട്ടിമറി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ട സീറ്റുകളിൽ ഒന്നായിരുന്നു പേരാമ്പ്ര. അനായാസം വിജയം പിടിച്ചെടുക്കാവുന്ന സാഹചര്യത്തിൽ നിന്നും CPM ഇവിടെ തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു. യുവ വനിതാ സ്ഥാനാർത്ഥിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചും വർഗീയ വിഷം മണ്ഡലത്തിൽ ഇളക്കിവിട്ടുമാണ് CPM വോട്ട് തേടിയത്. ഇതോടെ മത്സരം കടുക്കുകയായിരുന്നു. യുവാക്കൾ ഒറ്റക്കെട്ടായി UDF സ്ഥാനാർത്ഥിക്ക് കൈകൊടുത്തതോടെ TP രാമകൃഷ്ണന്റെ സിംഹാസനം ഇളകുകയായിരുന്നു. പതിറ്റാണ്ടുകളായുള്ള മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇത്തവണ തിരുത്തിക്കുറിക്കുമെന്നും പേരാമ്പ്രയിൽ UDF വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പലകുറി ആവർത്തിച്ചു പറഞ്ഞതാണ്. അന്ന് പരിഹസിച്ച CPMകാർ ഇന്ന് തലയിൽ മുണ്ടിട്ട് വേണം നടക്കാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണ് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഉള്ളതെന്നും ഫാത്തിമ തഹ്ലിയ വ്യക്തമാക്കിയിരുന്നു. ഇത്തവണ പേരാമ്പ്ര UDFനൊപ്പം നിൽക്കുമെന്നും സംസ്ഥാനത്ത് UDF ഭരണമുണ്ടാകുമെന്നും ഫാത്തിമ പ്രവചിച്ചിരുന്നു. പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഗൗരവമായി പരിശോധിക്കപ്പെടണമെന്ന് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതും വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഓർക്കേണ്ട ഘടകമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് ഇത്തരത്തിലുള്ള ശൈലികൾ ആരംഭിച്ചതെന്നും ഇടതുപക്ഷത്തിന് ഇങ്ങനെയൊരു രീതിയല്ല ഉള്ളതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തോൽവി ഉറപ്പിച്ച രീതിയിലായിരുന്നു അന്ന് രാമകൃഷ്ണന്റെ പരാമർശം. നിസാരമായി വിജയിക്കാവുന്ന അന്തരീക്ഷത്തിൽ നിന്നും കടുത്ത പോരാട്ടത്തിലേക്ക് പേരാമ്പ്രയെ മാറ്റിയത് CPM തന്നെയാണ്. പിന്നാലെ സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലും പേരാമ്പ്രയിൽ അട്ടിമറിക്ക് സാധ്യതകളുണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ റിപ്പോർട്ട് സത്യമായി ഭവിക്കുകയാണ്. LDFനെ സംസ്ഥാനത്ത് നയിക്കുന്ന നേതാവാണ് രാമകൃഷ്ണൻ. അതിനുമപ്പുറം CPMന്റെ ഉറച്ച കോട്ടയാണ് പേരാമ്പ്ര. അതിന്റെ ആലസ്യത്തിൽ പ്രചാരണം നയിച്ച CPM അവസാന ലാപ്പിൽ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലും സമയം അതിക്രമിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ വർഗീയ പ്രചാരണം പലകുറി ആവർത്തിച്ചിട്ടുണ്ട് CPM. നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിലാണ് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ LDF നടത്തിയ അനൗൺസ്മെന്റ് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത്. നമ്മുടെ വോട്ട് നമ്മുടെ ഖൗമിലെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വോട്ട് പിടിക്കുന്നുവെന്നാണ് LDF പ്രചാരണം നടത്തിയത്. എന്നിട്ടും അവിടെ ജയിച്ച ഫാത്തിമ തഹ്ലിയയുടെ യാത്ര അങ്ങനെ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ഫാത്തിമ തഹ്ലിയ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.